തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത ഭക്ഷണശാലകൾ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. നിരവധി പരാതികൾ ഉയരുകയും വഴിയാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നഗരസഭയുടെ നടപടി. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, എന്താണ് ഇത്തരത്തിൽ ഈ അനധികൃത ഭക്ഷണശാലകളാണോ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടപ്പിച്ചത്? അവന്തിക, ഈ നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെ തന്നെ ഈ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തിയ തട്ടുകടകളടക്കമുള്ള എല്ലാ ഫുഡ് ട്രക്ക് കമ്പനികളെയുമാണ് നിലവിൽ നഗരസഭയും പോലീസും ചേർന്നിട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒഴിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് ഇത്തരത്തിലുള്ള നടപടി ആരംഭിച്ചതിന്റെ ഭാഗമായി ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫുഡ് ട്രക്കുകൾ നിലവിലുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡ് അടക്കമുള്ള ആഹാരങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഫുഡ് ട്രക്ക് കമ്പനികളുടെ വാഹനങ്ങൾ അടക്കം അവിടെ നിർത്തി ഫുട്പാത്തിനോട് ചേർത്ത് നിർത്തിയാണ് കച്ചവടം നടത്തുന്നത്. ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഇവരോട് ആ ഭാഗത്ത് നിന്ന് കച്ചവടം നടത്താൻ പാടില്ല എന്നും അപ്പോൾ തന്നെ അവരെ അവിടുന്ന് ഒഴിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുൻപിലുള്ള തട്ടുകടകളും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് പറഞ്ഞത് പോലീസിന് നിരവധിയായ പരാതികൾ ലഭിച്ചിരുന്നു. ഫുട്പാത്ത് കയ്യേറി ഈ തട്ടുകട അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നടന്നു പോകുന്നതിനടക്കം പലപ്പോഴും അസൗകര്യം ഉണ്ടാകുന്നു. ഇത് കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നടക്കം വലിയ രീതിയിലുള്ള പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് നഗരസഭയുടെയും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്ന തട്ടുകട ഫുട്പാത്ത് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന എല്ലാ ഭക്ഷണശാലകളും ഒഴിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തുകയും ഈ ഇത്തരത്തിൽ ഫുട്പാത്ത് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന എല്ലാ ഭക്ഷണശാലകളും ഒഴിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്.